അപ്പോൾ ഓണം വെക്കേഷൻ ആയതുകൊണ്ട് മറൈൻ ഡ്രൈവിൽ വന്നിരിക്കുന്ന ഗുണ കേവ് കാണാൻ പോകാമെന്നുള്ളൊരു പ്ലാൻ ഞങ്ങൾ എല്ലാവരും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട്. ഞാനും നേരെയും നോറയും അമ്മയുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു 2 മണിയാകുമ്പോൾ ഇറങ്ങാനാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ പ്ലാൻ. ഇവിടെയാണോ തുറന്നത്? എല്ലാവിടെ തുറക്കേടാ. ഹായ്, ഹലോ. ഇവിടെ ഫുഡിങ്ങിലാണോ? ഫുഡിങ് കഴിയുമ്പോൾ നമുക്ക് ഫുഡിങ്. അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് റെഡി ആയിട്ട് ഇവിടെ നിന്ന് ഒരു 2 മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു കേട്ടോ ഞങ്ങളുടെ പ്ലാൻ. ഞങ്ങൾ ആദ്യം വൈപ്പിനി ചെന്ന് അവിടുന്ന് ഓട്ടോ മെട്രോ എടുത്തിട്ട് ഹൈക്കോർട്ടിൻ്റെ അവിടെ പോയി ഇറങ്ങാമെന്നായിരുന്നു പ്ലാൻ. കാരണം ഞങ്ങൾ ആരും ഓട്ടോ മെട്രോയിൽ കയറിയിട്ടില്ല. അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ വാട്ടർ മെട്രോൻ്റെ അവിടെ എത്തിയപ്പോഴേക്കും ഞങ്ങൾക്ക് ബോട്ട് മിസ്സായി. അപ്പോൾ നെക്സ്റ്റ് ബോട്ട് എന്ന് പറയുന്നത് 1 അവർ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്താൽ ഞങ്ങൾ ലേറ്റ് ആവും. സോ ഞങ്ങൾ ക്യാബ് എടുത്ത് നേരെ മറൈൻ ഡ്രൈവിലോട്ട് പോയി. ആൻഡ് ഫൈനലി നമ്മളവിടെ എത്തി. പിള്ളേരൊരു സൈഡിലോട്ട് വേണ്ട, കാരണം പൊരിഞ്ഞ വെയിലായിരുന്നു. ചേച്ചി ടിക്കറ്റ് എടുക്കാൻ പോവാണ്. ആൻഡ് ടിക്കറ്റിൻ്റെ പ്രൈസ് വരുന്നത് 100 റുപ്പീസാണ് കേട്ടോ ഈച്ച് ടിക്കറ്റ്. ഹലോ, ടിക്കറ്റ് അവിടെ. സോ നമ്മൾ ടിക്കറ്റ് എടുത്തു ആൻഡ് ഫൈനലി നമ്മൾ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. അപ്പോൾ കേവിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ് കാണാൻ ആഗ്രഹമുള്ളവരെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം കേട്ടോ. കണ്ണുണ്ടൂടെ. കേവിൻ്റെ ഉള്ളിൽ കാണാൻ പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കുറേ സൗണ്ട് എഫക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഓരോ സൈഡിലും ഇങ്ങനെ ലൈറ്റ്സ് വെച്ചിട്ടുണ്ട്. അത് വെച്ച് നന്നായി, അല്ലെങ്കിൽ നമ്മൾ തട്ടി വീഴും. ആൻഡ് നടന്ന് നമ്മൾ ഫ്രണ്ടിലോട്ട് പോയപ്പോൾ അവിടെ കുറച്ച് ട്രീസ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ബ്രിഡ്ജ് പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാട്ടർഫോൾസ് പോലെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഒന്നും കാണൂല. ഇതാരാണിത്? ഇത് കൊള്ളാം. അതെന്താ? ഇതിന്റെ ഉള്ളിലും പാമ്പുണ്ടോ? പക്ഷെ ഇത് കാണൂല കേട്ടാ. ഇവിടെ വല്ലതും ഉണ്ടോ? ഇവിടെ ഒന്നുമില്ല. പക്ഷിയൊന്നുമില്ല. ഐസ്ക്രീം, കേവിൻ്റെ ഉള്ളിൽ ഐസ്ക്രീം. നീ എന്നെ പിടിച്ചോട്ടെ, അല്ലെങ്കിൽ ഞാൻ തല കുത്തി വീഴാതെ. കേവിൻ്റെ ഉള്ളിൽ ഇതൊക്കെ, പിന്നെ ഗുണ കേവിൻ്റെ ഉള്ളിൽ ഇതൊക്കെ ഇരിക്കല്ലേ. ഹായ്, കാറ്റ് 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 കാറ്റ്. ഇവിടെ ഒന്നുമില്ലേ? അപ്പോൾ കേവിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകൾ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ കേവിൻ്റെ പുറത്ത് ഇനി എന്തൊക്കെയാണോ ഉള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം.
ഇതൊക്കെ ആമസോൺ ഇതൊന്ന് ബ്ലാക്ക് സിക്ലിക്സ് കറക്റ്റ് സ്പെല്ലിംഗ് ആണെന്നാവോ. ഇത് കൊള്ളാം. ഗ്രീൻ ടെട്ര. ഉറങ്ങിയാണ്. ये वाला बड़ा वाला देखो. ഇനി ആലിഗേറ്റർ ഉണ്ടായിരുന്നു വീട്ടില്. അവൻ്റെ നല്ലൊരു അപ്പൊ കിളികളും മീനുകളുടെ ഒക്കെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. പിന്നെ നമ്മൾ ഷോപ്പിംഗ് ഏരിയയിലോട്ട് പോവാണ് കേട്ടോ. അപ്പം നമ്മൾ കയറി ചെന്നപ്പോൾ തന്നെ ആദ്യം കണ്ടത് ഐസ്ക്രീം ഷോപ്പാണ്. അപ്പം ഞങ്ങളെല്ലാവരും ഓരോ ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം മേടിച്ചു. ഐസ്ക്രീം സാൻഡ്വിച്ച് ഉണ്ടായിരുന്നു, കോൺസ്, ബാസ്, അങ്ങനെ കുറേ ഫ്ലേവേഴ്സിൽ കുറേ ടൈപ്പ്. മിൽക്കി മിസ്റ്റിൻ്റെ കൗണ്ടറിൽ നിന്നാണ് കേട്ടോ ഞങ്ങൾ വാങ്ങിയത്. അപ്പോൾ ഓരോരുത്തർ അവർക്ക് ഇഷ്ടമുള്ള ഓരോ ഫ്ലേവേഴ്സ് ഓഫ് ഐസ്ക്രീം മേടിച്ചിട്ട് ഇങ്ങനെ കഴിച്ച് നടന്നു. ഇതിപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. ഫ്രണ്ടിലോട്ട് നടക്കുന്തോറും കുറേ കടകളുണ്ട് കേട്ടോ ഷോപ്പിങ്ങിനായിട്ടും. അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളെല്ലാവരും ഐസ്ക്രീം മേടിച്ച് കഴിച്ച് അത് കഴിഞ്ഞ് ഞങ്ങളിങ്ങനെ നടന്ന എല്ലാ ഷോപ്സ് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ചു. അത് രണ്ടും ബാഗ് ക്ലോസ്ഡ് അല്ലേ? ബാ മേടിക്കാം. ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഒരു ബുക്ക് സ്റ്റോർ കണ്ട് എന്തായാലും ഞങ്ങൾ കയറും. ആൻഡ് ഇവിടെ 150 ഒക്കെ ഉള്ളായിരുന്നു ബുക്സിന്. അപ്പം ഞങ്ങൾ 2 ബുക്ക് വാങ്ങി. സറൗണ്ടഡ് ബൈ നാർസിസ്റ്റും സൈലന്റ് പേഷ്യൻറ്റും വാങ്ങിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് വന്നപ്പോൾ ഇവിടെ പഴയകാല മിഠായികളൊക്കെ വിൽക്കുന്നുണ്ടായിരുന്നു. അവിടെ നിന്ന് ഇഞ്ചി മിഠായിയും പുളിമിഠായിയും പിന്നെന്താ നാരങ്ങ മിഠായിയൊക്കെ വാങ്ങി. ലാസ്റ്റ്ലി നമ്മൾ ഫുഡ് കോർട്ടിൻ്റെയൊക്കെ അവിടെ വന്നു കേട്ടോ. അപ്പോൾ നമ്മൾ സമൂസ, ചാട്ടും കോഫിയൊക്കെ മേടിച്ച് കഴിച്ചു. നേരത്തെ പോപ്കോണൊക്കെ കഴിച്ചുകൊണ്ട് വയറ് ഓൾറെഡി ഫില്ലായിരുന്നു. അത് കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞിട്ട് കുറേ റൈഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ. പിന്നെ അവിടെ ജയൻ വീലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നൈരയ്ക്ക് നോർക്ക് അതിൽ കയറണമെന്നുണ്ടായിരുന്നു. അപ്പോൾ എൽസമ്മയും നൈരയുടെ നോറും കൂടെ കയറി. ഞാനും സ്റ്റെഫാനും കയറിയില്ല കേട്ടോ, കാരണം ഞങ്ങൾക്ക് ഹൈറ്റ് ഭയങ്കര പേടിയാണ്. അപ്പോൾ ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു, ഇവർ 3 പേരും കയറി കേട്ടോ. എൻ്റെ റൈഡ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ അടിയിൽ നിൽക്കുന്നവർക്ക് കണ്ടിട്ട് നല്ല പേടിയായിരുന്നു, കാരണം അത്യാവശ്യം നല്ല സ്പീഡിലാണ് കേട്ടോ റൈഡ് പോയത്. ഇവിടുന്ന് റെസ്റ്റ് എടുക്കാൻ കുറച്ചു നേരം എവിടെയാണ്? എങ്ങനെയുണ്ടായി? എങ്ങനെയുണ്ടായി എൽസമ്മ റൈഡ്?
ആൻഡ് ഫൈനലി ഗുണ കേവിലുള്ള കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഉണ്ടായിരുന്ന ഷോപ്സൊക്കെ എക്സ്പ്ലോർ ചെയ്തു, ഐസ്ക്രീം കഴിച്ചു, ആൻഡ് അവിടെ ഉണ്ടായ റൈഡ്സിലൊക്കെ കയറി എല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ നേരെ പോകാൻ പോകുന്നത് സെൻറ്റർ സ്ക്വയറിലോട്ടാണ്. എനിക്ക് അവിടെ കുറച്ച് ഷോപ്പ് ചെയ്യാനുണ്ട് ആൻഡ് അതുപോലെ തന്നെ വാഷ്റൂമിലൊക്കെ കയറാനുണ്ട് എല്ലാവർക്കും. സോ സെൻറ്റർ സ്ക്വയറിൻ്റെ ഇവിടെ വന്നിട്ട് ഞങ്ങൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആവാം കേട്ടോ. കാരണം എൻ്റെ ഫ്രണ്ട് എന്നിട്ട് ട്രിവാൻഡ്രത്ത് നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അവളുടെ കൂടെ സ്റ്റേ ആണ്. അപ്പോൾ നൈറയും നോറയും ചേച്ചിയുടെയും പിള്ളേരുടെയും കൂടെ പോവുകയാണ്. സെൻറ്റർ സ്ക്വയറിൽ കയറി ഒന്ന് ഫ്രഷായി വെള്ളമൊക്കെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങാനായിരുന്നു ഇവരുടെ പ്ലാൻ. പിന്നെ അവിടെ ട്രെൻഡ്സിൽ എനിക്ക് ജസ്റ്റ് കുറച്ച് ടോപ്സ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ട് സെൻറ്റർ സ്ക്വയറിൽ നിന്ന് ഇറങ്ങുള്ളൂ. അപ്പോൾ ഇവരെല്ലാവരും തിരിച്ച് വാട്ടർ മെട്രോയ്ക്ക് പോകാമെന്ന് പ്ലാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. വന്നപ്പോൾ പറ്റിയില്ലല്ലോ. അപ്പോൾ 5:45 ബോട്ടിന് പോകാമെന്നായിരുന്നു കേട്ടോ ഇവരുടെ പ്ലാൻ. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാം. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.